നമസ്കാരം. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വിജയ് തന്നെ. പ്രമേയം പാസാക്കി ടി.വി.കെ. മഹാബലിപുരത്ത് ചേർന്ന ടി.വി.കെ ജനറൽ കൗൺസിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് പ്രമേയം പാസാക്കി. എ.ഐ.ഡി.എം.കെ സഖ്യശ്രമങ്ങൾ ടി.വി.കെ തള്ളിയതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വിജയ് തന്നെ എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കരൂർ ദുരന്തത്തിന് പിന്നാലെ ഉയർന്ന അഭ്യൂഹങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ടാണ് ടി.വി.കെയുടെ മുഖ്യമന്ത്രി പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ദുരന്തത്തിന് ശേഷം ടി.വി.കെക്ക് തനിച്ച് നിലനിൽപ്പില്ലെന്ന നിരീക്ഷണങ്ങൾ വന്നിരുന്നു. പിന്നാലെയാണ് സഖ്യശ്രമങ്ങളെല്ലാം തന്നെ തള്ളിക്കൊണ്ട് ടി.വി.കെയുടെ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് ചേർന്ന ജനറൽ ബോഡി യോഗത്തിന്റെ നിർണായക തീരുമാനമായാണ് വിജയ് തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്നും സഖ്യം ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വിജയെ ചുമതലപ്പെടുത്തിക്കൊണ്ടുമുള്ള തീരുമാനം വന്നത്. ഇതോടെ 2026 തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം ശക്തമായിരിക്കുമെന്ന് വ്യക്തമായിരിക്കുകയാണ്. കൊല്ലത്ത് ബസ്സുകളുടെ മത്സരയോട്ടത്തിൽ മധ്യവയസ്കന് ദാരുണാന്ത്യം. തേവലക്കര മുള്ളിക്കാലം സ്വദേശി അബ്ദുൾ മുത്തലിഫാണ് മരിച്ചത്. 64 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ പടപ്പനാൽ കല്ലുംപുറത്ത് ജംഗ്ഷനിലാണ് അപകടമുണ്ടായത്. അമിത വേഗതയിലെത്തിയ ബസ് സ്കൂട്ടറിനെ മറികടക്കുന്നതിനിടെ ഇടിക്കുകയായിരുന്നു. ബസ്സിനടിയിലേക്ക് തെറിച്ചു വീണ മുത്തലിഫിന്റെ ദേഹത്ത് ബസിന്റെ പിൻചക്രം കയറിയിറങ്ങി. കൊല്ലം പത്തനംതിട്ട റൂട്ടിൽ സർവീസ് നടത്തുന്ന KSRTC ബസ് കണ്ട് അമിത വേഗതയിൽ പോയ സ്വകാര്യ ബസ്സാണ് അപകടത്തിന് കാരണമായത്. സബ് ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കാൻ പോകുന്നതിനിടെ ബൈക്കും വാനും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. പാലക്കാട് മണ്ണാർക്കാട് പള്ളിക്കുറുപ്പ് സ്വദേശി ദിൽജിത്താണ് മരിച്ചത്. 17 വയസ്സായിരുന്നു. പാലക്കാട് മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ റോഡിൽ ഇന്ന് രാവിലെ 11ഓടെയാണ് അപകടമുണ്ടായത്. ബൈക്കും ഒമിനി വാനും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ദിൽജിത്ത് സബ് ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കാൻ പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. പള്ളിക്കുറുപ്പ് സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ് മരിച്ച ദിൽജിത്ത്. മണ്ണാർക്കാട് സബ് ജില്ലാ കലോത്സവത്തിൽ കഴിഞ്ഞ ദിവസം ചിത്രരചനയിൽ A ഗ്രേഡോടെ 1ാം സ്ഥാനം ലഭിച്ചിരുന്നു. ഇന്ന് നടക്കുന്ന നാടൻപാട്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നതിനിടെയാണ് വാഹനാപകടമുണ്ടായത്. 6 മാസം പ്രായമുള്ള കുഞ്ഞ് കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ. അങ്കമാലി കറുകുറ്റിയിലാണ് സംഭവം. ആന്റണി റൂത്ത് ദമ്പതികളുടെ മകളായ ഡെൽന മരിയ സാറ എന്ന കുട്ടിയാണ് മരിച്ചത്. കുഞ്ഞിനെ കഴുത്തിന് മുറിവേറ്റ നിലയിൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വീട്ടിൽ കുട്ടിയുടെ അച്ഛനും അമ്മയും അമ്മുമ്മയുമാണുള്ളത്. കുഞ്ഞിനെ അമ്മുമ്മയ്ക്കരികിൽ കിടത്തിയിരിക്കുകയായിരുന്നു. കുഞ്ഞിന്റെ അമ്മ അടുക്കളയിലായിരുന്നു. അവശനിലയിൽ അമ്മുമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അമ്മ വന്ന് നോക്കിയപ്പോഴാണ് കുഞ്ഞിനെ കഴുത്തിൽ നിന്ന് ചോര വരുന്ന രീതിയിൽ കണ്ടത്. പിന്നാലെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഒറ്റപ്പാലത്ത് വീട് കത്തി നശിച്ചു. കാരണം വ്യക്തമല്ലെന്ന് പോലീസ്. ഒറ്റപ്പാലം അമ്പലവട്ടത്ത് വിളക്കുമാടം ലക്ഷ്മണ മുതലിയുടെ വീടിനാണ് തീപിടിച്ചത്. ഓടിട്ട 2 നില വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും കത്തി നശിക്കുകയായിരുന്നു. വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഷൊർണൂരിൽ നിന്നും അഗ്നിശമന സേന എത്തിയാണ് തീ അണച്ചത്. ഇന്നുച്ചയ്ക്ക് 1 മണിക്ക് ശേഷമാണ് സംഭവം നടന്നത്. അതേസമയം തീപിടുത്തമുണ്ടായത് എങ്ങനെയെന്ന് വ്യക്തമായിട്ടില്ല. അപകട സമയത്ത് ലക്ഷ്മണമുതലിയും ഭാര്യ ശിവഭാഗ്യവതിയും ചെറിയ മകൻ വിനോദുമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇവർ പൊള്ളലേൽക്കാതെ രക്ഷപ്പെട്ടു.